ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, രാത്രി അവസാനിച്ച് പകൽ തുടങ്ങിയെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഒരു ശിഷ്യൻ പറഞ്ഞു, ദൂരെ നിൽക്കുന്ന മൃഗം പശുവാണോ പോത്താണോ എന്ന് തിരിച്ചറിയുമ്പോൾ പകൽ തുടങ്ങിയെന്ന് പറയാം. ഗുരു പറഞ്ഞു, അല്ല. മറ്റൊരു ശിഷ്യൻ പറഞ്ഞു, ദൂരെയുള്ള മരം മാവാണോ പ്ലാവാണോ എന്ന് തിരിച്ചറിയുമ്പോൾ പകൽ തുടങ്ങിയെന്ന് പറയാം. ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതുമല്ല. ശിഷ്യന്മാർ ആകാംക്ഷയോടെ ചോദിച്ചു, പിന്നെ എപ്പോഴാണ് ഗുരുവേ? ഗുരു പറഞ്ഞു, ഒരു അപരിചിതൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാൾ നിന്റെ സഹോദരനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അന്ന് നിന്റെ ഉള്ളിൽ പകൽ വെളിച്ചം ഉദിച്ചു എന്ന് പറയാം. അതുവരെ നീ ഇരുട്ടിലാണ്. മറ്റുള്ളവരെ സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും കാണുന്നതാണ് ഏറ്റവും വലിയ വെളിച്ചം എന്നതാണ് ഈ കഥയിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം. സ്വർഗീയ പിതാവേ, ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വരുന്നു. ഞങ്ങളുടെ ജീവിതം നിന്റെ കൈകളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കണമേ. ഞങ്ങളുടെ വഴികളെ പ്രകാശിപ്പിക്കണമേ. ഇന്നത്തെ ദിവസം നിന്റെ കൃപയിൽ നടത്തണമേ. ഞങ്ങൾ കാണുന്ന എല്ലാവർക്കും സ്നേഹവും കരുണയും കാണിക്കാനായി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറട്ടെ. ഞങ്ങളെ എല്ലാത്തിനും നിനക്ക് നന്ദി പറയുന്നവരാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സങ്കീർത്തനങ്ങൾ 119 അധ്യായം 105 വാക്യം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു.